വീണ്ടും എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ മാജിക് ചെയ്തത് നിങ്ങൾ കണ്ടു, നമ്മുടെ MDയുടെ ഒരു മാജിക്കാണ്. പക്ഷെ ആ ഒരു മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിഷന്റെയും കാര്യം പറഞ്ഞു അല്ലേ, എന്തൊക്കെയാണ്. അപ്പോൾ എത്രത്തോളം സമൂഹവുമായിട്ട് ഇടപഴകി നിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ സമൂഹത്തിന് എന്താണ് വേണ്ടത്, അതെല്ലാം മനസ്സിലാക്കി ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ടീം വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കും കൂടി ചേരുമ്പോൾ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, എന്തും തുടങ്ങുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഒരു വാക്കുണ്ട്, സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നം കാണുക. സ്വപ്നങ്ങൾ നിങ്ങളുടെ ചിന്തകളിലായി വരും, ചിന്തകൾ പ്രവർത്തികളാകും, നിങ്ങൾ വിജയം വരിക്കും. ആരുടെയോ സ്വപ്നങ്ങളായിരിക്കാം പീസിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നത്. അപ്പൊ ആ സ്വപ്നത്തിന്റെ ഒരു യാത്ര മറ്റൊരു യാത്രയിലേക്ക് തുടക്കം കുറിക്കുന്ന ഒരു ഭാഗമാണ് MDയെ ഞാൻ വളരെ സന്തോഷത്തോടെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് എല്ലാം തുടങ്ങിയത്. സാർ അത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു, എങ്ങനെയാണ് എന്താണ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഒരു മജീഷ്യന് വേണ്ടത് ഒരു മാജിക് തൊപ്പി വേണം അല്ലേ. പക്ഷേ യെസ്, ഒരു ക്യാപ്പ് ഞാൻ ആദ്യം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മാജിക് ബാൻഡ് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ഒരു ബാഗ് ഞാനൊരു ബാഗ് പരിചയപ്പെടുന്നത് അതിൽ ജസ്റ്റ് ഒന്നുമില്ല. അപ്പം ഒന്നുമില്ലാത്തൊരു കാര്യം ഇപ്പോൾ സാറ് പറയാൻ കൊടുക്കുക. ആക്ച്വലി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു അല്ലെ, എന്ത് വേണം, വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് വേണം അല്ലെ. അപ്പൊ അത് എവിടുന്ന്? ഫുഡിന് അല്ലെ. ഫുഡിന് നമ്മൾ കഴിക്കുന്ന ഫുഡിന് അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അറിയുമോ, ഫലഭൂഷ്ടമായ മണ്ണിലാണ് കാൽസ്യവും അല്ലെ അയണും സിങ്കും ഒക്കെ ഉള്ളത്. അപ്പൊ ആ ഫലഭൂഷ്ടമായ മണ്ണ് നമുക്കിന്നില്ല. ഫലഭൂഷ്ടമായ മണ്ണ് ഉണ്ടെങ്കിൽ തന്നെ pH വാല്യൂ കറക്റ്റായ മണ്ണ് നമുക്കില്ല. അപ്പൊ നമ്മളെ മണ്ണിന്റെ കൃഷി ചെയ്യുന്ന മണ്ണിന്റെ pH കറക്റ്റ് ചെയ്യണം. വെൽനെസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ന്യൂട്രീഷൻ ഈസ് എ പാർട്ട് ഓഫ് വെൽനെസ്, റൈറ്റ്? സോ നമുക്ക് എന്ത് വേണം? നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റണം. നല്ല ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് വിഷാംശം നിറഞ്ഞ ഭക്ഷണങ്ങളാണ് അല്ലെ. ആ വിഷാംശങ്ങളോട് നമുക്ക് ഗുഡ് ബൈ പറയാൻ പറ്റണം. അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫാമിങ്ങിലേക്ക് പോകണം. ഓർഗാനിക് ആയിട്ടുള്ള ഫാമിങ്ങിന് എന്ത് വേണം? ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് വേണം ഫാം ചെയ്യാൻ അല്ലെ. നല്ല ഗ്രോത്ത് ഹോർമോൺസ് ഉള്ള സപ്ലിമെന്റ്സ് ആർക്ക് കൊടുക്കണം? പ്ലാന്റ്സും ജീവിയല്ലേ, പ്ലാന്റ്സിനും ന്യൂട്രീഷൻ വേണ്ടേ. സോ മനുഷ്യർക്ക് മാത്രമല്ല പ്ലാന്റ്സിനും ന്യൂട്രീഷൻ കൊടുക്കാൻ വേണ്ടി പേസസ് വെൽനസ് തീരുമാനിക്കുകയാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ ശ്രമം നമ്മൾ നടത്താൻ പോവാണ്. സോ എനിക്ക് മാജിക് അറിയില്ല, ഇതൊന്നും നമ്മൾ മാജിക് അല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. പക്ഷേ എല്ലാം ഒരു മാജിക് ആയിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ മനസ്സിൽ ആവാഹിക്കുമ്പോഴാണ്. നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ നടക്കില്ല എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഏത് കാര്യവും ലോകത്ത് നടക്കും എന്നുള്ളതാണ് സത്യം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, എവരിതിങ് ഈസ് പോസിബിൾ. സോ വി ക്യാൻ ട്രൈ. എന്താണ് ഇദ്ദേഹം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇതിനകത്തൊരു എംപ്റ്റി ബാഗ് ആണ് അല്ലേ, ക്ലിയർ ആയിട്ട് കാണാം. ഒന്ന് കൈ ഇട്ട് നോക്കട്ടെ. ഒന്നും ഇതിനകത്തില്ല. അപ്പോ ജസ്റ്റ് ഒരു മാജിക് ബാൻഡ് ഉപയോഗിച്ച് പോയി. ഞാൻ പറഞ്ഞു, ഒന്നും ഇല്ലാത്ത ഒരു ചിന്ത അല്ലെങ്കിൽ ആ ചിന്തയിൽ ഒരു വിത്ത് നട്ട് അല്ലെങ്കിൽ വീണ് അത് മുളച്ച് വരികയാണ്. ജസ്റ്റ് ഒരു മാജിക് ബാൻഡ്, ജസ്റ്റ് ഒരു ആക്ഷൻ കാണിക്കും. ജസ്റ്റ് ഒരു ആക്ഷൻ, ഈ മാജിക് ബാൻഡ് കൊണ്ട് ജസ്റ്റ് ഒരു ആക്ഷൻ കാണിക്കുന്നു. ഓക്കെ, ഇനി പതിയെ സപ്ലിമെന്റ്സ് സൈനോട്ര എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അല്ലെ. സൈനോട്രി ആണ് നമ്മുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ്സ് ബ്രാൻഡ്. സോ നമ്മുടെ പേസസ് ഫാമിലിയിലേക്ക് പുതിയൊരു ബ്രാൻഡ് കൂടി കടന്നു വരികയാണ്. ദാറ്റ് ഈസ് സെയിൻ ആഗ്രോ. സെയിൻ ആഗ്രോ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. നമ്മൾ സെയിൻ ആഗ്രോ എന്നുള്ള ബ്രാൻഡിൽ നമ്മൾ വരാൻ വേണ്ടി പോവാണ്.
ഈ വരുന്ന സെപ്റ്റംബറിൽ നിങ്ങൾക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് കൂടി, അതായത് പ്ലാന്റ് ന്യൂട്രീഷൻ, നമ്മുടെ മണ്ണിന്റെ pH വാല്യൂ കറക്റ്റ് ചെയ്യുന്ന, അതേപോലെ നമ്മുടെ ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന അഗ്രി പ്രൊഡക്റ്റുകൾ, ഒരു വിത്ത് മുളച്ചു വരുന്നത് പോലെ എത്രമേൽ സുന്ദരമായിരിക്കുമോ അത്രയും നല്ല രീതിയിൽ നമ്മുടെ ബ്രാൻഡ്സ് വരും. നമുക്ക് എന്തായാലും ഇത് നമ്മള് വിത്തിലിട്ടു, വളം അല്ലെ, അതിന്റെ സംഭവങ്ങളെല്ലാം കൊടുത്തു, പക്ഷെ സാധനം ഒന്നും വന്നിട്ടില്ല അല്ലെ. നമുക്ക് എന്താണ് വേണ്ടത്? നല്ല നല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോ നല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കട്ടെ, നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ, ഉണ്ടായെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.